ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഓർപ്പിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന 10 കുഷ്ഠരോഗികളെ കുറിച്ചാണ്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ കൂടാരങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ചില വ്യക്തികൾ, നല്ല കുടുംബജീവിതം നയിച്ചവർ, നല്ല ഭാവി മുന്നിൽ കണ്ട് ജീവിച്ചവർ, തലമുറകളോടൊത്ത് സന്തോഷിച്ചവർ, ഇന്ന് എല്ലാവരാലും കൈവിട്ട് വീട്ടുകാർ തള്ളി, സമൂഹം തള്ളി, കുടുംബക്കാർ തള്ളി, സ്നേഹിച്ചവരെല്ലാം തള്ളി, ഇപ്പോൾ ഇതാ 10 പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരോട് ചോദിച്ചാൽ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ രോഗം സൗഖ്യമാകുമെന്ന് അവർക്കൊരു പ്രതീക്ഷയില്ല. എല്ലാവരും അവജ്ഞയോട് കാണുന്ന, ശാപത്തിന്റെ പ്രതീകമായി കാണുന്ന ഒരു കുഷ്ഠമാണിത്. ആ കുഷ്ഠരോഗത്തിൻ്റെതായ അനുഭവത്തിന്റെ നടുവിൽ നാളെ ഓർത്ത് പുഞ്ചിരി തൂവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൽ അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം ഈ മാരകരോഗം തല്ലിക്കെടുത്തി, ജീവിക്കണോ മരിക്കണമെന്നറിയാൻ കഴിയാതെ, എങ്ങോട്ട് പോകും, എങ്ങനെ ജീവിക്കുമെന്നറിയാൻ കഴിയാതെ, ചേർത്ത് നിർത്തേണ്ടവർ പോലും കൈവിട്ട സ്ഥാനത്ത് അവർ ഭാരത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു ആ പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. അവരുടെ പ്രതീക്ഷകൾ മങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ ചില ശുഭ പ്രതീക്ഷകൾ അവരുടെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? യേശു നിൽക്കുന്ന സ്ഥലത്തിന്റെ അകലും മാറി നിന്ന്, അടുത്തു വന്നല്ല, അകല മാറി നിന്ന്. ഇന്ന് അനേകരും യേശുവിൽ നിന്നൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്, യേശു വിടുവിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അടുത്തു വരാതെ അകല മാറി നിൽക്കുന്ന അനുഭവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്നും യേശു വിടുവിക്കുന്ന ദൈവമാണെന്നും യേശു നിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമെന്ന് തിരിച്ചറിഞ്ഞാൽ നീ മാറി നിൽക്കേണ്ട വ്യക്തിയല്ല, അകല നിൽക്കേണ്ട വ്യക്തിയല്ല. നീ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരണം. ആരും നിന്നെ തടയുകയില്ല. എന്നാൽ ഈ 10 കുഷ്ഠരോഗികൾ അകലെ മാറി നിന്നുകൊണ്ട് അവർ നിലവിളിക്കുകയാണ്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവരുപയോഗിക്കുന്നൊരു പദം നായക എന്നാണ്. ഇതുവരെ അവർക്കൊരു നായകനില്ല, അവരെ മുന്നോട്ട് നയിക്കുവാൻ ആരുമില്ല. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് ചില പ്രതീക്ഷകളുണ്ടായി. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു യേശു, ആ യേശു ഞങ്ങളുടെ നായകനാണ് എന്നവർ തിരിച്ചറിയുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ 10 കുഷ്ഠരോഗികൾ യേശുവിനെ നായകൻ എന്ന നിലയിൽ തിരിച്ചറിഞ്ഞതുപോലെ
നിങ്ങളും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ നായക സ്ഥാനം യേശുവാണ് എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് പല വീടുകളിൽ ബോർഡ് എഴുതി വെക്കാറുണ്ട്. പക്ഷേ ബോർഡേ ഉള്ളൂ, നായകസ്ഥാനം മറ്റു പലരുമാണ് കയ്യേറുന്നത്. എന്നാൽ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടേതായ ജീവിതത്തിലെല്ലാം യേശു നായകനാണെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ യേശു ഒരു നായകനാണെങ്കിൽ നിങ്ങൾ ലജ്ജിക്കുകയില്ല, നിങ്ങൾ ഭാരപ്പെടേണ്ടി വരികയില്ല. ക്രിസ്തു നിങ്ങളുടെ നായകനായി ആ ക്രിസ്തുവിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായി ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ 10 കുഷ്ഠരോഗികൾ യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഈ 10 കുഷ്ഠരോഗികൾക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്തെ ആരും ഞങ്ങളോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ ഞങ്ങളോട് കരുണ കാണിക്കാൻ കഴിവുള്ള ഒരു കർത്താവാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങളോട് കരുണ കാണിക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ കരുതുന്നില്ല എന്നോർത്ത് ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ, ഇനി ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കാതെ യേശുവിലൊന്ന് ആശ്രയം വെക്ക. യേശു കരുണ കാണിക്കുന്ന ദൈവമാണ്. അവൻ കരുണയുള്ള ദൈവമാണ്. അവൻ മഹാദയാലുവാണ്. ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കരുണയ്ക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ മനസ്സലിയുന്ന, കരുണ കാണിക്കുന്ന ഒരു നല്ല ദൈവമാണ്. അതുകൊണ്ട് ദുഃഖിച്ചിരിക്കരുത്, ഭാരപ്പെട്ടിരിക്കരുത്. ആ 10 കുഷ്ഠരോഗികൾ ഒരു ഉറപ്പുണ്ടായി, ഞങ്ങളോട് യേശു കരുണ കാണിക്കും. യേശു പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുപ്പീൻ. ആ വാക്ക് കേട്ട മാത്രയിൽ തന്നെ അവർ തിരിച്ച് യേശുവിന്റെ സന്നദ്ധി വിട്ട് പുരോഹിതരുടെ അരികിലേക്ക് കടന്നു പോകുകയാണ്. കാരണം ആ കാലയളവിൽ കുഷ്ഠരോഗം പിടിച്ച ഒരാൾ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പുരോഹിതർ സാക്ഷ്യപ്പെടുത്തണം. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ പോയി പുരോഹിതരെ കാണിക്കുക. യേശു ഇത് പറയുമ്പോൾ അവരുടെ കുഷ്ഠരോഗം മാറിയിട്ടില്ല, അവരുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന വചനം വായിക്കുന്നു. അവർ വഴി പോകയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു. പുരോഹിതന്റെ അരികിൽ ചെല്ലണമെങ്കിൽ കുഷ്ഠം മാറണം. പക്ഷെ അവർ യാത്ര ചെയ്യുമ്പോൾ കുഷ്ഠം പോയിട്ടില്ല. എന്നാൽ യേശു കൽപ്പിച്ച ആ വാക്ക് കേട്ടിട്ട് അവർക്കൊരു ഉറപ്പുണ്ടായി. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് വെറുതെ പറയുന്നതല്ല, മനുഷ്യൻ പറയുന്നത് പോലെയല്ല യേശു പറയുന്നത്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ വിടുതൽ സംഭവിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ അവർ പുറപ്പെടുകയാണ്. ആ 10 കുഷ്ഠരോഗികൾക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. വിടുതൽ നടക്കുന്നതിന് മുമ്പേ തന്നെ യേശുവിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ 10 കുഷ്ഠരോഗികളെ പോലെ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. യേശു നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യുവാൻ നീ തയ്യാറാകണം. ആ വാക്കനുസരിക്കാൻ നീ തയ്യാറാകണം. അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമാകട്ടെ, രോഗമാകട്ടെ, ഏത് കഷ്ടമാകട്ടെ,
ആ 10 കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ കുഷ്ഠം മാറിയതുപോലെ നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം സംഭവിക്കും. അവർ വഴി പോകയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു. പുരോഹിതരുടെ അരികിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അവർ സൗഖ്യമായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യമുണ്ട്. യേശുവിന്റെ അരികിൽ വന്നത് വെറുതെയായി തീരത്തില്ല. അവന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന, ആ ശബ്ദമനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത്, ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ആ അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ യേശുവിന്റെ ശബ്ദത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ഒരത്ഭുതം നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ നിരാശകൾ മാറാൻ പോകുകയാണ്. പ്രതീക്ഷ അസ്തമിച്ച മേഖലകളിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തല ഇനി കുനിയുകയില്ല. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ തല ഉയർത്തുന്ന ദൈവമാണ്. നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 പേരും സൗഖ്യം പ്രാപിച്ചെങ്കിലും ഒരുവൻ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ അരികിലേക്ക് മടങ്ങി വരുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ ദൈവത്തോട് നന്ദി പറയണം. ഇവിടെ 10 പേർ സൗഖ്യം പ്രാപിച്ചിട്ട് 9 പേരും അവരുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഒരുവൻ മാത്രം ആ യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച ആ വേദവാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെടും? ആ 9 പേരെ പോലെ വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് പോയി ആരും അറിയാതെ ഒതുങ്ങി കഴിയാനാണോ നിങ്ങളുടെ പദ്ധതി, നിങ്ങളുടെ പ്ലാന്? അതോ വിടുതൽ പ്രാപിച്ചവർ യേശുവിന്റെ സന്നദ്ധിയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകണം. ഈ മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ കമിഴ്ന്നു വീണു, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. ആ മനുഷ്യനോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ എന്താണ് വിശ്വസിച്ചത്? നീ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ ആ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ പ്രശ്നം മാറണമെങ്കിൽ ഏതെങ്കിലും വിശ്വസിച്ചാൽ പോരാ. എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ. യേശുവിൽ വിശ്വസിപ്പാൻ തയ്യാറാകണം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതലുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പാൻ കഴിയും. സമൂഹത്തിൽ, കുടുംബത്തിൽ, ദേശത്തിന്റെ നടുവിലൊക്കെ ഒറ്റപ്പെട്ട വ്യക്തിയായി കഴിഞ്ഞ നാളുകളിൽ നീ ഒതുങ്ങിപ്പോയ വ്യക്തിയായിരിക്കാം. പക്ഷെ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. ആ ശാപം നിന്നെ വിട്ട് മാറാൻ പോകുകയാണ്. ആ പാപത്തിന്റെ ബന്ധനം നിന്നെ വിട്ട് മാറാൻ പോകുകയാണ്. മാറത്തില്ലെന്ന്, മാറിപ്പോകത്തില്ലെന്ന് പറയുന്ന ചില അവസ്ഥ, അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്നേക്കുമായി മാറാൻ പോകുകയാണ്. നീ സ്വതന്ത്രനാകാൻ പോകുകയാണ്. നീ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. നീ മാനിക്കപ്പെടാൻ പോകുകയാണ്.
ആ 10 കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ വിടുതൽ നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ചില വിടുതലുകൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? ആ വിശ്വാസത്തോടെ മുന്നോട്ട് നമുക്ക് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.